देखते हैं 80 फुट बाई 40 फुट वहां रामलला की पूजा आज चल रही है और यही स्थान है जो हमारा गर्भगृह होगा। हम किसी भी हालत में अपने जन्मभूमि के मंदिर को जहां गर्भगृह है वहां ही बनाएंगे। हमने കോടതിയോ ഭരണഘടനയോ എന്തുമാവട്ടെ, ബാബറി മസ്ജിദിന്റെ അസ്ഥിവാരത്തിൽ രാമക്ഷേത്രം പണിയുമെന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രഖ്യാപനം ഇന്ത്യയിൽ മതേതരത്വം കടങ്കഥകളിലൊന്നായി മാറുകയാണെന്ന് വ്യക്തമാക്കി. മാർച്ച് 15-ന് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കണമെന്ന പ്രഖ്യാപനത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് നീങ്ങി. 1992-ൽ ബാബറി മസ്ജിദ് തകർത്തതിൽ പിന്നെ ഇന്ത്യയുടെ ഭരണകക്ഷിയായി പടിപടി കയറിയ ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണയും എല്ലാ ഒത്താശകളുമായി രംഗത്തെത്തി. ഫാസിസം എപ്പോഴും ഇരട്ട മുഖം കാണിക്കുന്നു. ഫാസിസ്റ്റുകൾക്ക് ഈ മുഖപ്രദർശനത്തിനുള്ള ഉപകരണമാണ് പാർലമെന്റ്. 10 വർഷം മുമ്പ് കോടതിയെയും ഭരണഘടനയെയും പരസ്യമായി വെല്ലുവിളിച്ചവർ ഇന്നത്തെ മന്ത്രിമാരാണ്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തലിന്റെ ജോലി ഇവരിന്ന് മന്ത്രിമാരല്ലാത്തവർക്ക് വിട്ടുകൊടുക്കുന്നു. माननीय प्रधानमंत्री जी, हम आपको और मोहलत देने के लिए तैयार हैं, लेकिन आप पाकिस्तान का खात्मा करने की इजाजत अनुमति अपनी सेनाओं को क्यों नहीं देते? आपने अग्नि मिसाइल का दूसरा परीक्षण सफलतापूर्वक किया, धन्यवाद, लेकिन ये मिसाइलें अचार डालने के लिए ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയുക എന്നത് ഹിന്ദുവിന്റെ ജന്മാവകാശമാണെന്ന കാര്യത്തിൽ മാത്രം എല്ലാ മുഖങ്ങളും ഒന്നാണ്. ദിവസങ്ങൾ മാർച്ച് 15-നോടടുത്തപ്പോൾ ഇന്ത്യ ഒരു വർഗീയ കലാപത്തിന്റെ അരികിലെത്തുകയാണെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകി. കലാപത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംഘപരിവാരത്തിന്റെ സൈനിക സംഘടനകളുടെയും പരീക്ഷണശാലകളിൽ അതിവേഗം തുടങ്ങി. മാർച്ച് 18-ന് സുപ്രീം കോടതി സുപ്രധാനമായൊരു വിധിയിലൂടെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ പദ്ധതികൾ വിലക്കി. പക്ഷേ വിധിയെ പുച്ഛിക്കുന്ന തരത്തിൽ ഫാസിസ്റ്റുകൾ മിതവാദിയായി ഉയർത്തിക്കാണിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ആശീർവാദത്തോടെ ശിലാദാനം അല്ലെങ്കിൽ ശിലാപൂജ നടക്കുക തന്നെ ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക ദൂതനായി എത്തിയ ശത്രുഘ്ൻ സിംഗ് എന്ന IAS ഓഫീസർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശില ഔദ്യോഗികമായി ഏറ്റുവാങ്ങി. വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി പ്രവീൺ തൊഗാഡിയ പറഞ്ഞത്, ഈ നടപടിയിലൂടെ രാമക്ഷേത്ര നിർമ്മാണം തത്വത്തിൽ അംഗീകരിച്ചതായി ഭരണകൂടം സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. അതെ, സംഘപരിവാരത്തിന്റെ അജണ്ടകൾ ഓരോന്നായി പ്രത്യക്ഷമായി തന്നെ ഇന്ത്യയിൽ നടപ്പിലാവുകയാണ്. ഫാസിസത്തിന്റെ വളം രക്തച്ചൊരിച്ചിലാണ്. ദിവസങ്ങൾ കഴിഞ്ഞില്ല, ഇന്ത്യ വലിയൊരു മനുഷ്യക്കുരുതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ചില സംഭവങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കവുമായി ബന്ധിപ്പിക്കുന്നത് യാദൃച്ഛികതയാവാം. ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ ജയിക്കണമെങ്കിൽ ആർട്ടില്ലറി പോരാ, ആശയ പ്രചാരണം തന്നെ വേണമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യം പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഇത് പറയാൻ മെയിൻ കാംഫ് എന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ ഒരു അധ്യായം തന്നെ നീക്കിവെക്കുന്നു. അസംഘടിതരായ ജനക്കൂട്ടത്തിലേക്ക് അപ്രതീക്ഷിതമായി കയറ്റിവിടുന്ന ഏത് നുണയും ആളിക്കത്തുമെന്ന് ഹിറ്റ്ലർക്ക് മുമ്പ് മനസ്സിലാക്കിയത് ഇറ്റലിയിലെ ഫാസിസ്റ്റായ മുസോളിനിയായിരുന്നു. ഹൈന്ദവ ദേശീയവാദം ശത്രുക്കളെ നിർവചിച്ചത് ഇറ്റാലിയൻ ഫാസിസത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു. 1931 മാർച്ചിൽ RSS നേതാവും ഹെഡ്ഗേവാറിന്റെ അടുത്ത സുഹൃത്തുമായ BS മൂഞ്ചെ ഇറ്റാലിയൻ മിലിറ്ററി കോളേജിൽ നിന്നും സെൻട്രൽ മിലിറ്ററി സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും സംഘടിതമായ ഫാസിസ്റ്റ് പ്രസ്ഥാനമായ RSSന്റെ ചിട്ടയും സിദ്ധാന്തവും. അസംഘടിതരായ ഭൂരിപക്ഷത്തിന്റെ മനസ്സിലേക്ക് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കനലുകൾ കോരിയിടാൻ ഫാസിസത്തിന്റെ അടുപ്പുകളിൽ
എപ്പോഴും നുണകൾ വേവിക്കപ്പെടുന്നു. വെന്ത് പാകമായ വർഗീയ വിദ്വേഷത്തിന് മണ്ണെണ്ണയേക്കാളും പെട്രോളിനേക്കാളും വേഗത്തിൽ കത്തിപ്പിടിക്കാനാകും.